rising on the field, crowd feeling the pressure. What a strike! It's flying. But at home, total cool with MyG Chill AC offer. Don't you wanna have fun? Fool around someone? 'Cause don't you wanna have fun? പ്രൊമോഷന് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാണ് Yeah, this baby said that they don't got a future like ബോർഡറിന്റെ ക്യാരക്ടറിന് ചെറുതായിട്ട് കണ്ണിന് ചെറിയൊരു ഇതുണ്ട്, മിസ്റ്റേക്ക് ഇട്ട് കൊങ്കണ്ണ് പോലെ. ഇപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടന് ഭാഗ്യമുള്ള ക്യാമറ ലുക്കൊന്നും കൊടുക്കണ്ടല്ലേ. മനീഷിനാണെങ്കിൽ പോലും കൈ കിട്ടിയാലും മനീഷിന് ഇതുവരെ കാണാത്ത രീതിയിലൊക്കെ അവതരിപ്പിച്ചു. സക്സസ് ആൻഡ് ഫെയിലിയേഴ്സിനപ്പുറത്ത് ചാക്കോച്ചനൊരു ഗോൾ എന്താണ്? കുറേയൊക്കെ കണ്ണും പൂട്ടി ചെയ്തിട്ടുണ്ട്, എടുത്ത് ചാടി ചെയ്തിട്ടുണ്ട്. എടുത്ത് ആഴ വളർന്നിട്ടല്ല നമ്മൾ വെള്ളത്തിലേക്ക് ചാടിയിട്ട് പിന്നെ കൈയും കാലും ഇട്ട് അടിച്ച് കഴുത്ത് മുങ്ങിയോ അടിത്തട്ടിൽ പോയി കാണുമായിരിക്കും. പക്ഷെ എന്നാലും പിന്നെ തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ വിഷു ചിത്രമായി പ്രേക്ഷകരിലെത്താനിരിക്കെ കുഞ്ചാക്ക ബോബനും സജിൻ ഗോപുവാണ് ക്യൂ സ്റ്റുഡിയോയിൽ. രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. കൃത്യം ഒരു വർഷത്തിന് ശേഷമാണ് ചാക്കോച്ചനായിട്ട് സംസാരിക്കുന്നത്. ഞാനൊരു വിഷു അറ്റയർ തമ്മിളി മുണ്ടൊക്കെ വിഷുവായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങളൊരു നോൺ വിഷു ഫീലിലുമാണ്. എന്നാൽ പോലും ചാക്കോച്ചനോട് ആദ്യം ചോദിക്കുകയാണെങ്കിൽ, അനിയത്തിപ്രാവിൻ്റെ 29ാം വർഷമാണ്. അതേസമയം തന്നെ കറക്റ്റ് ഏതാണ്ട് അതായത് ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞിട്ടാണ് ഒരു റിലീസ് വരുന്നത്. എനിക്കൊന്ന് റീസെൻ്റ്ലി അങ്ങനെ ചാക്കോച്ചൻ്റെ ഇത്രയും ഗ്യാപ്പിലൊരു പടം റിലീസ് ഇത്രയും ഡിലേ ആയിട്ടില്ല. പക്ഷേ നമുക്കറിയാം പാട്രിയറ്റ് എന്ന് പറയുന്ന ഹെവി പടം വരാനുണ്ട്. ദുരൂഹ സാഹചര്യത്തിൽ ആദ്യം റിലീസായിട്ട് വരുന്നു. വിഷു റിലീസ് അങ്ങനെ മുമ്പ് അങ്ങനെ ഓർമ്മയിലേതാ? വിഷു എന്നതിനേക്കാൾ ഉപരി നമ്മളൊരു ഈ ശരിക്കും അനിയത്തിപ്രാവ് ഓൾമോസ്റ്റ് ഒരു വിഷു റിലീസ് എന്നുണ്ടെങ്കിൽ പറയാം നമുക്ക്. കാരണം മാർച്ച് അവസാനം റിലീസ് ചെയ്യുമ്പോൾ ഈസ്റ്റർ വിഷു ചിത്രങ്ങളായിട്ടാണ് ശരിക്കും ആ ഒരു പാറ്റേണിൽ എല്ലാ ആഘോഷവും പിടിച്ചിട്ടുണ്ട്. വലിയ വെക്കേഷനാണ്, ഈസ്റ്റർ ആണ്, വിഷു ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അനിയത്തിപ്രാവ് തന്നെയാണ് ആദ്യത്തെ ഏറ്റവും നല്ല ഓർമ്മകളായിട്ട് വിഷു റിലീസ് ചിത്രം എന്ന രീതിയിൽ ഉള്ളത്. ഏറ്റവും വലിയ വിഷു കൈനീട്ടായിരുന്നു. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ദുരൂഹ സാഹചര്യത്തിലെ ഒരു ഫസ്റ്റ് പോസ്റ്ററിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആരുടെ കയ്യിലാണ് ഗണ്ണെന്ന് അറിയാത്തൊരു ക്യൂരിയോസിറ്റി. അതൊരു എനിക്കൊന്നൊരു ഫസ്റ്റ് ലുക്ക് ഷൂട്ട് ചെയ്തിട്ടുള്ള സംഗതിയായിരുന്നു. കൊഴുമ്പൽ രാജീവനെ തന്ന ശരിക്ക് ചാക്കോച്ചൻ്റെ രണ്ടാം വരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേക്ക് ഓവർ ക്യാരക്ടർ എന്ന് വെച്ചാൽ പിടികിട്ടാത്തൊരു ക്യാരക്ടറിൽ ഒന്നിനെ തന്ന രതീഷിനൊപ്പമുള്ള ഒരു കൊളാബറേഷനാണ്. സേതു എന്ന് പറയുന്ന മലയാളത്തിൽ ഭയങ്കര വാത്സല്യം കൂടുതലുള്ള പേരുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. എന്താണ് ഈ പടം? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപാട് ദുരൂഹതകളുള്ള ഒരു സിനിമയാണ്. ഈ ദുരൂഹതകളെല്ലാം കവറപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ ഹ്യൂമറും കാര്യങ്ങളും ഉണ്ട്, സറ്റയറുണ്ട്, സോഷ്യൽ സറ്റയറുണ്ട്, ഇമോഷൻസ് ഉണ്ട്. പിന്നെ പൊതുവേ നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ചേരുവകളെല്ലാം ഉണ്ടെങ്കിലും അതിൽ നിന്ന് കുറച്ചും കൂടെ മാറി നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഇതുവരെ കാണാത്ത ഒരു ആക്ഷൻ സീക്വൻസുകളും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ് ദുരൂഹ സാഹചര്യത്തിൽ. അത് ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് അത് വരുന്നത്. അത് വളരെ റോ ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ്. അപ്പം മൊത്തം ദുരൂഹതകളുള്ള കുറേ കഥാപാത്രങ്ങളും കഥാസാഹചര്യങ്ങളും അത് ടൈറ്റിലിൽ തന്നെ അത് പ്രകടമായിട്ട് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം മനീഷ് പറഞ്ഞ പോലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ ആരുടെ കയ്യിലാണ് തോക്കിരിക്കുന്നുള്ളത് തന്നെ ആ ഒരു ദുരൂഹതയും ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും അത് ഹ്യൂമറസ് ആയിട്ടും ഇമോഷണലായിട്ടും എല്ലാം നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളൊരു സിനിമയാണ്. സജിൻ, ഒരു ഗംഭീര കൊളാബറേഷനിലാണ് ഈ പടം. നമ്മൾ അമ്പാന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ കൂടിയാണ്. വേറെ കുറേ പടം നടക്കുന്നുണ്ടെങ്കിൽ പോലും എന്നാലും പ്രധാനപ്പെട്ട റിലീസായിട്ട് വരികയാണ്. എന്താണ് ഈ വിഷു ചിത്രത്തെക്കുറിച്ച് പറയാവുന്നത്? ഞാൻ ചാക്കോച്ചനൊപ്പം രണ്ടാമത് ചെയ്യുന്ന സിനിമയാണ് ചാവേറിന് ശേഷം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഡയറക്ടറാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. ഒരു ബക്കറ്റ് ലിസ്റ്റുള്ള ഡയറക്ടറാണ്. കാരണം പുള്ളിയുടെ സിനിമകൾ എന്നാത്ത കേസോട്, കനകൻ കമ്പനി കലഹം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അതൊക്കെ കണ്ടപ്പോൾ തൊട്ട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചാക്കോച്ചനാണ് എന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഇവരൊരു കൊളാബറേഷനിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അതിൽ ചിദംബരമുണ്ട്. ഇതിലൊരു ഞങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡയറക്ടേഴ്സിനും വർക്ക് ചെയ്യാൻ പറ്റി. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, ദിലീഷ് പോത്തൻ, ചിദംബരത്തിന്റെ ബാലതാരമായതിനു ശേഷമുള്ള യുവതാരമായിട്ടുള്ള ബേബി ശാലിനി ആയ പോലെ
പിന്നെ രാജേഷ് മാധവ്. നാല് നാലുപേരും സംവിധായകരുണ്ട് ഈ സിനിമയിൽ ശരിക്കും. അതെ. ഇപ്പം ഈ നമ്മളെപ്പോഴും പറയില്ല ഇപ്പം തിരുനെല്ലിയിൽ കാട്ടിനകത്ത് എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ രതീഷ് ഉണ്ടാക്കുന്ന രതീഷിൻ്റെ ഓണ സിനിമകളിലൊക്കെ ഒരു ഫൺ ഫീൽഡാണ്. അപ്പം ഞാൻ തന്നെ ആദ്യത്തെ ഇതിൽ ഈ തോക്ക് കാര്യമായിട്ടാണോ കളിയായിട്ടാണോ എന്നുള്ളൊരു സാധനം ഉണ്ടാവില്ല. എന്താ ഈ സിനിമയുടെ ഒരു മൂഡ് എന്താ? ഇത് സേതു എന്ന് പറയുന്ന ഒരു ആരോഗ്യ മേഖലയിലുള്ള ആളാണ്. ഒരു ഹോസ്പിറ്റലിലെ ക്ലറിക്കൽ വർക്കാണ് പുള്ളിക്കുള്ളത്. പക്ഷേ എല്ലാ പണികളും എടുക്കേണ്ടി വരുന്ന അങ്ങനത്തെ രീതിയിൽ എല്ലാ ആൾക്കാരും ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ജോലി സ്ഥലത്താണ് ആണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കാരാണെങ്കിലും എല്ലാവരും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ കഥയിലൂടെ പുള്ളിയുടെ ചേട്ടൻ്റെ ക്യാരക്ടറാണ് ദിലീഷ്. ദിലീഷ് ബെഡ് റിഡനാണ്, വർഷങ്ങളായിട്ട് കിടപ്പിലാണ്, അരയ്ക്ക് കീഴ്പോട്ട് പാരലൈസ്ഡ് ആണ്. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന സജിൻ്റെ ക്യാരക്ടർ വരികയാണ്. അപ്പം ശരിക്കും നമ്മൾ ആ ട്രെയിലർ നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ചിദംബരം പറയുന്നുണ്ട് രാജേന്ദ്ര പ്രസാദ് ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. വല്ല ബോംബ് വല്ലതും ഉണ്ടാക്കി പൊട്ടിച്ചാലെന്ന് പറയുമ്പോൾ പുള്ളി മാലപ്പടക്കത്തിനാണ് തീ കൊള്ളുന്നത്. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഷോട്ട് പുള്ളി കറി വയ്ക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് പുള്ളിയെ പറയുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നതൊക്കെ. ഇങ്ങനത്തെ രസകരമായ കോൺട്രഡിക്ഷൻസ് ഒരുപാടുള്ള കഥാപാത്രങ്ങളും കഥാസാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ഇതിൽ കുറേ ലേയേഴ്സ് ഉണ്ട്. നമ്മളൊരു തമാശ പറയുകയാണെങ്കിൽ പോലും അതിൽ അണ്ടർലൈങ് ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആസ്പെക്റ്റ് നമുക്ക് പിന്നീട് ചിന്തിക്കുമ്പോൾ അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ കാണാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു നാക്ക് ത്രൂ ഔട്ട് ഈ സിനിമയിൽ കീപ്പ് ചെയ്യാനായിട്ട് രതീഷിന് സാധിച്ചിട്ടുണ്ട്. മറ്റ് സിനിമകളിൽ കാണുന്ന പോലെ തന്നെ ഇതിൽ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ഡോസ് കൂടുതലായി ഉണ്ടാവാം. അങ്ങനത്തെ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻസും മൊമെന്റ്സും ഈ സിനിമയിലുണ്ട്. സജിൻ പറഞ്ഞൊരു സാധനം രാജേന്ദ്ര പ്രസാദായിട്ട് സജിനെ സജസ്റ്റ് ചെയ്ത് ചാക്കോച്ചനാണല്ലോ. ഉറപ്പായും ഇതിൻ്റെ ഏറ്റവും തുടക്കത്തിലെ സ്ക്രാച്ചിലെ ഡിസ്കഷനിലായിരിക്കും ഈ കാസ്റ്റിംഗ് ഒക്കെ വരിക. സജിനിലേക്ക് കണക്ട് ചെയ്ത ഒരു ഫാക്ടർ എന്തായിരിക്കും? ഇതിന് സജിനാണ് ആപ്റ്റ് എന്ന് സജസ്റ്റ് ചെയ്യാവുന്നൊരു ഇത് വരുന്നത്. ബേസിക്കലി ഇപ്പം പലരെയും നമ്മൾ അവരെ കാണാത്ത രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം സജിന് നമ്മളിതിനു മുമ്പ് വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള, നമ്മൾ തമാശക്കാണെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട്, വെറൈറ്റി ഗുണ്ടകൾക്ക് സമീപിക്കുക, എന്താ വേണ്ട സമീപിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരാളെ നമ്മൾ ഈ ഒരു കോമ്പിനേഷനിൽ വന്ന് പ്ലേസ് ചെയ്ത്, അതായത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളൊരു കോമൺ ഒരു ഡിസ്കഷനിൽ വന്നതാണ്. അപ്പം എല്ലാവർക്കും ശരിയായിരിക്കും. പിന്നെ രതീഷിനുള്ള ഒരു പ്രത്യേക കഴിവെന്ന് പറഞ്ഞാൽ ആരെയാണെങ്കിലും, ഇപ്പം മനീഷിനാണെങ്കിൽ പോലും കൈ കിട്ടിയാലും മനീഷിന് ഇതുവരെ കാണാത്ത രീതിയിലൊക്കെ അവതരിപ്പിച്ച് കളയും. മനീഷ് ചിലപ്പം വന്നിരിക്കുന്ന രൂപം വേറെ ആയിരിക്കും, അവതരിപ്പിക്കുന്ന രീതി വേറെ ആയിരിക്കും. അങ്ങനത്തെ ഒരു മിടുക്ക് രതീഷിനുണ്ട്. അത് ഈ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ചിദംബരത്തിനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു വൈൽഡ് തോട്ടാണ് ചിദംബരത്തിനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ചിതുവിനെ വിളിക്കുമ്പോഴും ചിതു ഏതോ ഒരു കാട്ടിലും കണ്ടായിരുന്നു. അപ്പം രതീഷ് വിളിച്ചു ഇങ്ങനെ ഒരു റോളുണ്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ ചിതു ഓക്കെ എന്നൊക്കെ പറഞ്ഞു വന്നു. ചിതു വിചാരിച്ച വളരെ സിമ്പിളായിട്ടുള്ളൊരു റോളായിരിക്കും എന്ന് വെച്ചു. പക്ഷേ വളരെ ക്രൂഷ്യലായിട്ടുള്ള പുള്ളിയുടെ ക്യാരക്ടറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കഥാപാത്രമാണ് ചിതുവിന് കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ എന്താ പറയുക, ഒരു വൈൽഡായിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും എന്നാൽ വളരെ രസകരമായിട്ട് ആക്ടേഴ്സിനെ ക്യാരക്ടേഴ്സാക്കി മാറ്റാനുള്ള ഒരു മിടുക്ക് രതീഷിലുണ്ട്. അത് ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊഴുമ്മൽ രാജീവൻ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അതിലിപ്പോഴുള്ളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാക്കോച്ചനെ പൂർണ്ണമായിട്ട് മറ്റേ ഡിലീറ്റ് ബട്ടൺ ചാക്കോച്ചൻ്റെ അടിച്ചിട്ട് ഒരു മാനറിസം ഒന്നും ഇല്ലാത്ത രീതിയിലാണ് രാജീവനെ മൊത്തം സ്ട്രക്ചർ, അതിൻ്റെ ആർക്കിടെക്ചർ തന്നെ. ഈ ഉറപ്പായും അങ്ങനെ ഒരു ക്യാരക്ടർ തന്നൊരു ഫിലിം മേക്കർ, പുള്ളിക്കൊപ്പുള്ളൊരു കൊളാബറേഷൻ നെക്സ്റ്റ് വരുന്ന സമയത്ത് ചാക്കോച്ചനും അതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ളൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ടാവുമല്ലോ. ഈ കൊഴുമ്മൽ രാജീവനെ പലരും പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷവും ഒരു ആശ്വാസവും ഒരു അഭിമാനവുമാണ്. കാരണം എന്നെ അറിയാവുന്നവർക്ക് പേഴ്സണലി ആ രാജീവനെ കാണുമ്പോൾ യാതൊരു ബന്ധമില്ലാതെ ഒരു കഥാപാത്രമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആൾക്കാർ അത്രയും ഒരു അപ്രിസിയേഷൻ തന്നപ്പോൾ ഞാൻ രതീഷിനോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്, എന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് മോൾഡ് ചെയ്യാനായിട്ട് എന്താണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു പുള്ളിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. കാരണം അത് അറിയാമായിരുന്നെങ്കിൽ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി അടുത്ത പടത്തിലേക്ക് എനിക്ക് ട്രൈ ഔട്ട് ചെയ്യാനായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു മൊമെൻറ്റിൽ നടക്കുന്നൊരു മാജിക്കാണ്. എല്ലാം അതിൽ ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ കഥാപാത്രം, നമ്മുടെ രൂപം, നമ്മൾ പറയുന്ന രീതി, നമ്മൾ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ ഇൻപുട്ട്, ആംബിയൻസ്, ഇതെല്ലാം അതിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ സേതുവിലേക്ക് വരുമ്പോൾ പോലും ആ ട്രെയിലറിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ കർണക്കുറ്റിക്കിട്ട് അടിച്ചിട്ട് ചരിഞ്ഞൊരു ചിരിക്കുമ്പോൾ
ആ ചിരിയെ പറ്റി പോലും ആൾക്കാർ പറയുമ്പോൾ അത് ശരിക്കും നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബാണ് തരുന്നത്. ഒരു കഥാപാത്രമായിട്ട് ആൾക്കാർ അത് മനസ്സിലാക്കുന്നു, കണക്കിലെടുക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ട്രെയിലർ നമ്മളൊരു സിനിമയുടെ ഒരു ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഫസ്റ്റ് ആൾക്കാരിലേക്ക് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന കൊടുക്കുന്നതാണ്. സംഗതിയാണ്. അതെ. അപ്പോൾ അത് അത്യാവശ്യം മോശമല്ല, ആൾക്കാർക്ക് അത് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ആശ്വാസമായിട്ടുള്ള ഒരു പ്രതീതിയാണ് അത് തരുന്നത്. അതിൽ സോ ഹാപ്പി. പക്ഷേ ഈ നാക്ക് ഇതുവരെ എന്താണെന്നുള്ളത് നാക്ക് ക്രാക്ക് ചെയ്യാൻ അത് പറ്റും. എന്താണെന്നുള്ളത് കിട്ടിയിട്ടില്ല. ഇപ്പം ഇത് പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരു ഗ്യാങ്, ഒരു സ്ക്വാഡ് ഒരു സ്ഥലത്ത് പോകുന്ന പോലെയാണല്ലോ ഈ സിനിമയുടെ ശരിക്കുള്ള ലൊക്കേഷൻ. ഇപ്പോൾ തിരുനെല്ലിയാണ്. അപ്പോൾ നോർമലി പിന്നെ ഈ പറഞ്ഞ മൊബൈൽ ആക്സസ് അടക്കമുള്ള റേഞ്ചുള്ള സാധ്യത പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് അങ്ങനെ ഒരു ടെറൈനിൽ പോയിട്ടാണ് ഈ ക്യാരക്ടറിനെ ക്രാക്ക് ചെയ്ത് ക്യാരക്ടറിലേക്ക് പോകുന്നത്. ഈ ഷൂട്ട് എന്ന് പറയുമ്പം അതൊരെപ്പോഴും അതിനകത്ത് നമ്പർ ഓഫ് ആളുകൾ കൂടുതലുള്ളൊരു ടീം കൂടിയാണല്ലോ. ഒറ്റക്കൊറ്റയ്ക്കുള്ളൊരു ക്യാരക്ടർ കൂടിയല്ലല്ലോ പോകുന്നത്. എങ്ങനെയായിരുന്നു ഈ മറ്റേ നിങ്ങളുടെ തിരുനെല്ലി എപ്പിസോഡ്? തിരുനെല്ലി എപ്പിസോഡ് അടിപൊളിയാണ്. എനിക്ക് ഒന്നാമത് ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ അത് നമുക്ക് ഗ്യാപ്പ് ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ ഞാൻ കുറച്ച് ട്രിപ്പ് പരിപാടികൾ എൻജോയ് ചെയ്യുന്ന സ്ഥലം വയനാട്, അങ്ങനെ മസനഗുഡി, ഊട്ടി, ആ ഏരിയാസൊക്കെ നമ്മൾ കൂടല്ലൂരൊക്കെ ഞങ്ങൾ ട്രാവൽ ചെയ്യും. അപ്പോൾ പെട്ടെന്നാണ് ഇത് ഇങ്ങനെ കമ്മിറ്റ് ചെയ്തതിന് ശേഷം ഇത് വയനാടാണെന്ന് പറഞ്ഞപ്പോഴേ കുറച്ചുകൂടി ഒരു സന്തോഷമായി. അത് പിന്നെ നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ഈ പറഞ്ഞ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം തന്നെ ഈ പറഞ്ഞ ടൈഗർ റിസർവ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഏരിയയിലായിരുന്നു. ഇപ്പോൾ ഈ മെയിൻ ഈ ക്യാരക്ടറിൻ്റെ സേതുവിൻ്റെ വീട് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയായിരുന്നു ഓൾമോസ്റ്റ് എല്ലാം ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു 75% ഷൂട്ട് ഉണ്ടായിരുന്നു അവിടെയായിരുന്നു. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും കൂടി ഭയങ്കര രസമായിരുന്നു. ശരിക്കും ഭയങ്കര കാട് കയറിയ പടം അല്ലേ? പക്ഷെ ഭയങ്കര ഫ്രഷ്നെസ് ആയിരുന്നു. കാരണം രാവിലെ എണീക്കുമ്പോൾ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് എണീക്കുക. നമ്മളെ ലൊക്കേഷൻ ഒരു 10-20 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്, 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ റോഡുകളൊക്കെ നല്ല ഗംഭീര റോഡുകളാണ്, നല്ല വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന നല്ല സ്മൂത്തായിട്ടുള്ള റോഡുകൾ. പോകുന്ന വഴി ആനകളെ കാണാം, മാന്, മുയല്, കടുവ ഇങ്ങനെയൊക്കെ കണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര ഇപ്പോഴുള്ള ആഹ്ലാദം മറ്റേ ആ സമയത്ത് പോകുമ്പോഴും ഉണ്ടോ? ആനയൊക്കെ റോഡിൽ പക്ഷെ മെമ്മറീസ് ആയിട്ട് പറയുമ്പോൾ കിട്ടുന്ന ഹൈ മറ്റേ അത് മിസ് ചെയ്ത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇത് വയനാട്ടിൽ നമ്മൾ കുറച്ച് അധികം ദിവസങ്ങളുണ്ടായിരുന്നു, 85 ദിവസത്തോളം ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം 2 ഷെഡ്യൂളുകളൊക്കെ ആയിട്ട് 40 ദിവസമൊക്കെ ആയിട്ടാണ് അവിടെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എറണാകുളത്തേക്ക് വരുമ്പോഴാണ് നമ്മളത് ഭയങ്കര മിസ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ ഹോണടിയും ബഹളവും അത് നമ്മൾ പെട്ടെന്ന് ഡിസോറിയൻറ്റഡ് ആയിപ്പോവും. കാരണം അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് കാഴ്ചകളും പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ ഇവിടെ വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഒന്ന് ഡൈവേർട്ടായി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഷൂട്ട് ഡേയ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തം മഞ്ഞും പിന്നെ നൈറ്റ് ഷൂട്ടൊക്കെ തിരിച്ചു വരുമ്പോഴേക്ക് റോഡിലൊക്കെ മൊത്തം ആനകളായിരിക്കും. ഞാൻ സാധാരണ ലൊക്കേഷനുകളിൽ നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ബേസിലാണെങ്കിൽ രാവിലെയൊക്കെ നടക്കാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെ രാവിലെ നടക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ചേട്ടാ ജീവന് കൊതിയുണ്ട്, കൂടെ നടക്കാൻ കടുവയും ആനയും ആയിരിക്കും വരുന്നത്. അപ്പോൾ തന്നെ നിർത്തി, ആ പരിപാടി നിർത്തി. അതേ സമയത്താണ് നരിവേട്ടയുടെ ഷൂട്ട് എടുക്കുന്നത് വയനാട്. വേറൊരു പങ്കെടുക്കുന്ന ചേർച്ച് ആ സെറ്റിൽ പുലിനെ കണ്ട് സെറ്റിൽ എപ്പോഴാണ് പറ്റിയതോ. സാധാരണ നമ്മളിപ്പോൾ ഞാനൊരു പുതിയൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ലക്ഷൂറിയസ് ആയിട്ടുള്ള ചിലപ്പോൾ വണ്ടിയായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ എടുത്തത് കാട് കയറാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ആദ്യം എടുത്തത്, ഹൈലക്സ് അല്ലേ, ഹൈലക്സ് ആണ് ആദ്യം എടുത്തത്. പുള്ളി അപ്പം തന്നെ നേരെ കാട്ടിലോട്ട് പോവാം, അവിടെ ഇവിടെ പോകാന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങനെ ഓണായിരുന്നു. ഞാൻ വണ്ടി എടുത്തിട്ട് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് വണ്ടി എടുത്തത്. ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ വരുന്നു ഈ പടാണെന്ന് അറിയുന്നതിന് മുമ്പ് എടുത്തതല്ലേ? യാദർച്ഛികമായിട്ട് ഒരിക്കലും അല്ല, ആ സമയത്ത് കറക്റ്റായിട്ട് വന്നതാണ്. എന്താ ഈ രതീഷ് നേരത്തെ ഒരു ബക്കറ്റ് ലിസ്റ്റിലാണ്, എങ്ങനെ രതീഷ് ക്യാരക്ടർ ഇപ്പോൾ അമ്പാന് ശേഷമുള്ള ഒരു പ്രോമിസിങ് ക്യാരക്ടർ ആയിട്ടാണല്ലോ ഈ സിനിമയിലെ ക്യാരക്ടർ പ്ലേസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു ഓൾറെഡി ചാക്കോച്ചൻ അത് ബ്രീഫ് ചെയ്ത് തന്നാലും രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ കൂടെയുള്ള ഒരു കൊളാബറേഷൻ, ആളുടെ അപ്പിയറൻസ്, അതായത് പറഞ്ഞ പോലെ ക്യാരക്ടറിൻ്റെ അപ്പിയറൻസ് തന്നെ മുൻപ് കാണാത്ത രീതിയിൽ തന്നെ, അതായത് അപ്പിയറൻസും കോസ്റ്റ്യൂമിലും പിന്നെ ബ്രീഫ് ചെയ്ത് തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാച്ചുറലി ആയിട്ട് സീൻ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മളറിയാതെ എന്തെങ്കിലും ഒരു സാധനം വരികയാണെങ്കിൽ ആ ഒരു മാനറിസം അത് കീപ്പ് ചെയ്തു എന്ന് പറയുന്നത്, ബാക്കി കീപ്പ് ചെയ്ത് പോകാൻ പറയും. അപ്പോൾ അതങ്ങനെ ഒരു പ്രോസസ്സ്, അത് ഷൂട്ടിംഗ് പ്രോസസ്സിൽ നടന്നു പോകുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് കിട്ടിയേക്കണത്. അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന മാനറിസം ഒക്കെ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഒരു കറക്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് ഫീൽ ചെയ്യും തോന്നുന്നു. അത് പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധമായിട്ട് ഞാൻ പറയാം. അത് എൻ്റെ പ്രിയയുടെ, എൻ്റെ വൈഫിൻ്റെ അമ്മ പുള്ളിക്കാരി ടീച്ചറായിരുന്നു.
അപ്പോൾ ഇതിൽ സജിൻ്റെ ക്യാരക്ടർ ഒരു കെമിസ്ട്രി കെമിസ്ട്രി അധ്യാപകനാണ്. അധ്യാപകനാണ്. അപ്പം നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ചെറിയ മാനറിസംസിൻ്റെ കാര്യങ്ങൾ പിടിച്ചപ്പം ഈ പുള്ളി സംസാരിക്കുന്നതിനിടയ്ക്ക് പുള്ളി എഴുതും ഇങ്ങനെ വായുവിലൊക്കെ എഴുതി കാണിക്കും. ഉം. അത് ശരിയാണ്, അത് തെറ്റാണ്, ഇങ്ങനെയൊക്കെ കാണിക്കും. ഇതില് എയറിൽ എയറിൽ ഒക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞത് ഒരു ക്യൂട്ട് മാനറിസം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു വിട്ടു. ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു പ്രിയയുടെ അമ്മയ്ക്ക് അവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരിയോട് ഞാൻ എന്തോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അത് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ അതാണ് പുള്ളിക്കാരി എഴുതിയിട്ടൊക്കെയാണ് പറയുമ്പോൾ പോലും അത് എഴുത്ത് അവിടെ ഉണ്ട്. അപ്പോൾ അത് ക്യാരക്ടറിലേക്ക് ഒരു ക്യാരക്ടറിനെ കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ന്യൂവാൻസസ് പോലും എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് രതീഷ് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ചെയ്യിക്കുന്നതൊക്കെ പറയുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ ആവേശത്തിൽ അമ്പാൻ ഭയങ്കര ഒരു ബെഞ്ച് മാർക്ക് ക്യാരക്ടർ പോയല്ലോ. രംഗണ്ണൻ എവിടെയുണ്ടോ അമ്പാൻ അവിടെ ഉണ്ട് പറയുന്ന പോലെ ഞാൻ പറയുന്ന അങ്ങനെ ഒരു ദാസൻ വിജയം പോലെ ഭയങ്കര കൊളാബറേറ്റീവ് പരിപാടിയാണല്ലോ. എനിക്കൊന്ന് ഷാനുവിൻ്റെ പടത്തിൻ്റെ പോസ്റ്റ് റിലീസ് സജിനെ വെച്ചിട്ടുള്ളൊരു ഫിലിം ഇനിയും വരും, അങ്ങനെ ഒരു സാധനം. അല്ലെങ്കിൽ ആവേശം 2 ഡിസ്കഷനിൽ വരുന്ന സാധനമുണ്ട്. ശരിക്കും അമ്പാനെ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ അപ്പോൾ പറയില്ലേ നമ്മളൊരു ക്യാരക്ടർ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് അങ്ങനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു സംഗതി ഒരു ടാസ്കോ ടെൻഷനോ സ്ട്രെസ്സോ എന്തെങ്കിലും ആയിരുന്നോ? അങ്ങനെ ടെൻഷനൊന്നുമില്ല. അതായത് ക്യാരക്ടേഴ്സ് വെറൈറ്റി ഗുണ്ടകൾ പറഞ്ഞ ടെൻഷൻ അങ്ങനെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ സംഭവിച്ചു പോയി. നല്ല സിനിമകൾ ചെയ്യാം, ചിലപ്പോൾ അത് ബ്രേക്ക് ആവാതിരിക്കാം. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, ഈ അമ്പാൻ എന്ന് വിളിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ, അത് ആ പേര് വിളിക്കുന്നതിൽ അത് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, ക്യാരക്ടർ വർക്ക് ആയതുകൊണ്ടാണ് വിളിക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇനി വരുന്ന പരിപാടികളും നല്ല രീതിയിൽ ചെയ്യുക, നല്ല സിനിമയുടെ ഭാഗമാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാറുമായിരിക്കും. മാറിയില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. ബ്രേക്ക് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ മലയാള സിനിമയുടെ ഒരു നമ്മളൊരു 30 years 25 years എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വാഴ 2 ഭയങ്കര ട്രെൻഡ് സെറ്റർ ആവുന്ന സമയത്ത് നമ്മളൊരു 30 years ചെയ്യുമ്പം അനിയത്തിപ്രാവിൽ ശ്രുതി മുതൽ ഏതൊരു പടം വരുമ്പോഴും അനിയത്തിപ്രാവ് ഒരു ഇനീഷ്യൽ ബെഞ്ച് മാർക്കായിട്ട് പറയും. അതിനുശേഷമാണ് ഇപ്പം നമ്മൾ പ്രേമൽ വരുമ്പോഴും പ്രേമം വരുമ്പോഴൊക്കെ ഈ അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ഒരു ഓൾ ടൈം ഇതുണ്ടല്ലോ. ചാക്കോച്ചനെ സംബന്ധിച്ചോളം നമ്മൾ ഈ പറയുമ്പോൾ ഒരു ഇതുപോലൊരു സീസണിലാണ് ഈ സിനിമ വരുന്നത്. എന്താണ് ഈ 29-ാം വർഷത്തിൽ ഞാൻ ഫാസിൽ സാറിനൊപ്പം ഒരു ഫോട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏത് തരം മെമ്മറി ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്? നമ്മൾ ഇതൊരു സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യാതിരുന്ന അതെ. ഒരു വിദൂര സ്വപ്നത്തിൽ പോലും സിനിമ എന്നുള്ളൊരു സംഭവമേ ഇല്ലാതിരുന്ന ഒരു പയ്യൻ 30-ാം വർഷത്തിലേക്ക് വന്ന് നിൽക്കുക എന്ന് പറയുന്നത്, അതും മലയാളികളെപ്പോലെ ഇത്രയും വിമർശനാത്മകമായിട്ട് എന്തിനേയും കാണുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അത് ഭാഗ്യത്തോടൊപ്പം തന്നെ അത് പിന്നീട് ആഗ്രഹിക്കാൻ തുടങ്ങി, അതിനുവേണ്ടി അധ്വാനിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ജയപരാജയങ്ങളുണ്ടായിട്ടുണ്ട്. പരാജയങ്ങളിൽ നിന്ന് പഠിക്കുകയും ജയങ്ങളിൽ അധികം മതിമറക്കാതിരിക്കുകയും അങ്ങനെ ഗ്രൗണ്ടഡായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു കാര്യം എന്നെ പഠിപ്പിച്ചത് സിനിമയാണ്. 30 വർഷം കഴിഞ്ഞ് 30-ാം വർഷത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സോ ബ്ലെസ്ഡ്, സോ താങ്ക്ഫുൾ ടു ഈച്ച് ആൻഡ് എവരിവൺ ഹു ഹാസ് ബീൻ പാർട്ട് ഓഫ് ദിസ് ജേർണി. ദുരവസാഹചര്യത്തിൻ്റെ സെറ്റ് എന്ന് വന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ഓഫീസർ ഡ്യൂട്ടിയുടെ. അപ്പം ഞാൻ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ജഗദീഷ് ചേട്ടനോട് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ചാക്കോച്ചൻ ഇതുവരെ കാണാത്ത ചാക്കോച്ചൻ എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞു. ഇത് ഞാൻ കോഴിക്കോട് വെച്ചിട്ടാണ് പടം കാണുന്നത്. അപ്പോൾ ഓഫീസർ ഡ്യൂട്ടിയിൽ നമ്മൾ ശരിക്കും നെവർ ബിഫോർ ചാക്കോച്ചനാണ്. അതിൻ്റെ ഒരു ഫ്രഷ്നസ് സംഗതി ഉണ്ടായിരുന്നു. പിന്നെ അത് എനിക്ക് തോന്നുന്നൊരു പാൻ ഇന്ത്യൻ ആക്സെപ്റ്റൻസ് ആണ് ആ പടത്തിന് കിട്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോഴും എനിക്കറിയാം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഇതിൻ്റെ അടുത്ത പാർട്ടിന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമായിട്ട് മാറിയിട്ടുള്ളൊരു സംഗതി കൂടിയാണ്. ശരിക്കും അങ്ങനെ ഞാൻ പറയുന്നത് ഒരു നമ്മൾ സ്വാഭാവികമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൈൽ സ്റ്റോൺ ഉണ്ടല്ലോ. ഇപ്പോൾ നായാട്ടാണെങ്കിലും പിന്നെ 5-ാം പാതിരി ആണെങ്കിലും ഇത് എന്നാത്താൻ കേസ് ഫോർഡാണെങ്കിലും ഒക്കെ ഒരു എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം എന്നുള്ളൊരു സംഗതി കൂടി ഈ പറയുന്ന 29 years ജേർണി വരുന്ന സമയത്ത് ഒരു സക്സസ് ആൻഡ് ഫെയിലിയേഴ്സിനപ്പുറത്ത് ചാക്കോച്ചനൊരു ഗോൾ എന്താണ്? തീർച്ചയായിട്ടും മനീഷ്, ഇത് ഞാൻ ആദ്യം വരുമ്പോൾ എനിക്ക് സ്ഥിരമായിട്ടുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സും ഫിലിംസുമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ഞാനത് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പുതിയ കാര്യങ്ങൾ, ചെറിയതാണെങ്കിൽ പോലും പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പം ഈ പറയുന്ന സിനിമകളിൽ നിങ്ങൾ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം അല്ലെങ്കിൽ സിനിമകളെന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ബിഗാൻ ലൈക്ക് ഫ്രം 2007 മുതൽ അതിൻ്റെ ഒരു പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടുകൾ ശരിക്കുമുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടാൻ തുടങ്ങിയിട്ടുള്ളത് ഈ പറയുന്ന സോക്കോൾഡ് മൂവീസിൻ്റെ ഭാഗമായതിനു ശേഷം അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രീതികളിലാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ പോലും സേതു എന്ന കഥാപാത്രം അതിൻ്റെ ട്രെയിലറിൽ കാണുന്ന ആദ്യത്തെ ഷോട്ടിൽ നിന്ന് തന്നെ ആ കഥാപാത്രമാണെന്ന് ആൾക്കാർ പറയുമ്പോൾ അത് ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം അതിനെ ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇത് ഒരു ഓവർനൈറ്റ്
സംഭവിച്ചൊരു പരിണാമമല്ല, ഒരു എവല്യൂഷൻ അല്ല. ഉം. കുറേ ട്രയൽ ആൻഡ് എറർ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഓഫ് ഹാൻഡഡ് ആയിട്ട് പോയിട്ടുണ്ട്, കുറേയൊക്കെ കണ്ണും പൂട്ടി ചെയ്തിട്ടുണ്ട്, എടുത്ത് ചാടി ചെയ്തിട്ടുണ്ട്. എടുത്ത് ആഴം അളന്നിട്ടല്ല നമ്മൾ അതെ, വെള്ളത്തിലേക്ക് ചാടുന്നത്. ചാടിയിട്ട് പിന്നെ കൈയും കാലും ഇട്ട് അടിച്ച് കഴുത്ത് മുങ്ങിയോ ചിലപ്പോൾ ആ അടിത്തട്ടിൽ പോയി കാണുമായിരിക്കും, പക്ഷെ എന്നാലും പിന്നെ തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പലരുടെയും പ്രാർത്ഥനകളും, എന്നേക്കാൾ കൂടുതൽ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചുള്ള എൻ്റെ അപ്പൻ്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും, കൂടെ ഉള്ളവരുടെ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും സിനിമയെ സ്നേഹിക്കുന്നവരാണെങ്കിലും എല്ലാവരുടെയും ഒരു എല്ലാം ഉണ്ട് ഇതിൽ. ടൈം ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ ഫെയിം ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ച് ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ 29 ഇയേഴ്സ് ജേർണി പറയുന്ന സമയത്ത് ചാക്കോച്ചനെ എപ്പോഴും ഗ്രൗണ്ട്, അതിപ്പം ചാക്കോച്ചൻ്റെ പടം എത്ര ക്രോർ ലിസ്റ്റിൽ വന്നാലും എത്ര ബ്ലോക്ക് ബസ്റ്ററായി മാറിയാലും ചാക്കോച്ചൻ മറ്റേ ആ പടം ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസത്തെ പോലെ അവൈലബിൾ ആവുന്ന, ആക്സസിബിൾ ആവുന്ന, അപ്രോച്ചബിൾ ആവുന്ന ഒരു സിനാരിയോ ഉണ്ടല്ലോ. ശരിക്കും അതിലെന്തെങ്കിലും മാറി മറിച്ച് പണ്ടുണ്ടായിരുന്നു? ഞാൻ ഇനീഷ്യൽ കാലത്തൊക്കെ ഒരു സെൽഫ് പ്രാക്ടീസ് ഉണ്ടോ അതിലെന്തെങ്കിലും? ഇല്ല, എനിക്കൊരു മാനേജറൊന്നുമില്ല. മനസ്സിലായില്ല. ഇപ്പം ഈയിടയ്ക്ക് ആരാ ലിജോമോളുടെ കൂടെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, ഷാഹിയുടെ കിരൺ ദാസ് ഡയറക്റ്റ്. ലിജോ ഇടയ്ക്ക് തമിഴിൽ പോയിട്ട് അപ്പം എൻ്റെ അടുത്ത് തിരിച്ചു വരും. അപ്പം പുള്ളിക്കാരി ചോദിച്ചു, തമിഴിലൊന്നും പോകാറില്ല. ഞാൻ പറഞ്ഞു, തമിഴിൽ ഉണർന്ന ആഗ്രഹമുണ്ട്, ചെയ്യുമായിരിക്കും, പക്ഷേ തമിഴിൽ എങ്ങനെയാണ് അവിടെ കാര്യങ്ങളൊക്കെ? അവിടെയൊക്കെ ഭയങ്കര വലുതാണ്, അവിടെ എല്ലാവരും വരുമ്പോൾ കുറേ പേര് കൂടെ കാണും. എത്ര പേരൊക്കെ കൂടെ കാണും? ചിലരുടെ കൂടെ 10-14 പേരൊക്കെ കൂടെ കാണും. 14 പേര്. മേക്കപ്പ് മാൻ, ടച്ചപ്പ്, കുട പിടിക്കാനായിട്ട് ഡ്രൈവർ, ക്രൂവിൻ്റെ കൂടെ പറയാനുള്ള വേറൊരു ഡ്രൈവർ, കാരവൻ്റെ ക്ലീനർ, അങ്ങനെ 10-14 പേരുടെ പേര് പറഞ്ഞു. ട്രെയിനർ, ഡയറ്റീഷ്യൻ, ഷെഫ്, അങ്ങനെ കുറേ പേരുടെ പേര് ലിസ്റ്റ് പറഞ്ഞു. ഞാൻ ലിജോമോളോട് പറഞ്ഞു, ശരിക്കും ഇവർക്ക് വേണ്ടി പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കംഫർട്ടബിളാണ്. ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോൺ നോക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ലൈഫിൽ. ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ സിനിമയിൽ നോക്കിയത് കൊണ്ടാണ് ഞാൻ ഒരു പരിധി വരെ ടൈപ്പ് കാസ്റ്റായി പോയത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ സിനിമയിലല്ലാതെ നമ്മുടെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഞാനായിട്ട് തന്നെ നിൽക്കുക. എന്നെ ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്നതിനേക്കാൾ ഉപരി ഒരു വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് കാണുക, അല്ലെങ്കിൽ അങ്ങനെ ഡീൽ ചെയ്യുന്ന, അങ്ങനെ ആൾക്കാർ ഡീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഞാൻ വരുമ്പോൾ തന്നെ എല്ലാവരും ചാടി എണീറ്റ് ഭയങ്കര ബഹുമാനം, ഭയങ്കര ആരാധന, അതിനേക്കാൾ ഉപരി വണ്ണമംഗം എന്നുള്ള രീതിയിൽ ഞാൻ ഡീൽ ചെയ്യാറുള്ളൂ. നേരത്തെ പറഞ്ഞു ചാവേറിലുണ്ടെങ്കിൽ ഇത് വേറൊരു തരം കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ ഈ ക്യാരക്ടർ ഉണ്ടായിരുന്നത്. എന്താണ് ഈ പറഞ്ഞ ഒരു ടീമിൻ്റെ പാർട്ടായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഈ ദുരൂഹ സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു കൊളാബറേഷൻ എങ്ങനെയാണ്? കൊളാബറേഷൻ ഇപ്പം ഞങ്ങളിപ്പോൾ ഈ പടത്തിൽ സെറ്റിൽ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ലുക്ക് അങ്ങാട് ഇവിടെ നോക്കിയിട്ട് പരസ്പരം പോത്തേട്ടനെ എങ്ങനെയൊക്കെ പോത്തേട്ടൻ്റെ ക്യാരക്ടറിന് ചെറുതായിട്ട് കണ്ണിന് ചെറിയൊരു ഇതുണ്ട്, മിസ്റ്റേക്ക് ആയിട്ട് കോങ്കണ്ണ് പോയി പുള്ളി ആ ലെൻസ് വെച്ചിട്ട് പുള്ളി അതൊക്കെ ഒന്ന്, പിന്നെ പുള്ളി ഇങ്ങനെ അരക്കി പൂട്ടൊക്കെ തളർന്നിട്ട് ഒരു കാലിൽ ലെൻസ് എന്ന് വെച്ചാൽ കാണാൻ പറ്റത്തില്ല, ഇത് ബ്ലിൻഡാണ്, ബ്ലൈൻഡാണ്, ഒരു കണ്ണ് ബ്ലൈൻഡാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടനും ഭാഗ്യമുള്ള ക്യാമറ ലുക്കൊന്നും കൊടുക്കണല്ലേ. പിന്നെ എനിക്കൊരു മറുക്, അപ്പൊ ചെറിയ കുറച്ചൊരു എക്സെൻട്രിക് ആയിട്ടുള്ള ചില സീനൊക്കെ ചെയ്യുന്ന സമയത്ത് മേക്കപ്പ് മാൻ്റെ അടുത്ത് കുറച്ചൊരു 50 മറുകൊക്കെ ഉണ്ടാവും. അതായത് ഓരോ സീൻ വർത്തമാനം പറയുമ്പോൾ ഡയലോഗ് പറയുമ്പോഴൊക്കെ തെറിച്ചു കുട്ടിക്ക്. ഒരു പാച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ചാക്കോച്ചനാണെങ്കിലും ഭയങ്കര ഉത്തരവാദിത്തമുള്ള റോളല്ല, ലുക്കാണെങ്കിൽ അതിലും ഭയങ്കര. ജാഫറൊക്കെ ശരിക്കും പൊളിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ കുറേ കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ ഇലക്ഷൻ ബന്ധപ്പെട്ടുള്ള ഒരു പുള്ളിയൊരു പൊളിറ്റീഷ്യനാണ്, ജനകീയ. പക്ഷേ പുള്ളിയെ കാണുന്ന ഒരിക്കലും നമ്മൾ പൊളിറ്റീഷ്യൻ്റെ യൂണിഫോമിൽ കണ്ടിട്ടില്ല. ഈ പറയുന്ന ഒരു വെള്ളയോ അല്ലെങ്കിൽ ഖാദിയിലോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. പുള്ളിക്ക് വേറൊരു കൈൻഡ് ഓഫ് ഒരു പൊളിറ്റിക്കൽ സ്വഭാവവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പുള്ളിയുടെ കുറേ വൺ ലൈനേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാത്തൊരു ടൈപ്പ് ലുക്കാണ്, ഒരു അപ്പിയറൻസ് ആണ് ജാഫർക്കാക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരും അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. സുധീഷ് സിനിമയിലുണ്ട്, ഡോക്ടറാണ്. സുധീഷിനെയും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ, കുറേ ഈ വസൂരി വന്നിട്ടുള്ള ചെറിയ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള കുത്തുകളും കാര്യങ്ങളും പുള്ളിക്കൊണ്ട് ഒരു മറുകൊക്കെ. ഇത് പറഞ്ഞപ്പോ ഈ ആദ്യ സിനിമ മുതൽ 29 വർഷം സൗഹൃദത്തിലും തുടച്ചിട്ടുള്ളതാണ്. ഉദയ മറ്റേ ഭൂഗോളത്തിന് പുറത്ത് കൂടുന്ന കോഴിയായിട്ട് തിരിച്ചു വന്നപ്പോഴും ആ പടത്തിലെ പുള്ളിയും മകനും വരുന്നു. അതൊരു ഭയങ്കര, നിങ്ങളെ സംബന്ധിച്ചുള്ള ഭയങ്കര രസമുള്ളൊരു ജേണി ആയിരിക്കും അല്ലേ? ഇപ്പോഴും ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു മേക്ക് ഓവർ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. പുള്ളിയാണെങ്കിൽ ഇപ്പോൾ ക്യാരക്ടർ റോളിലൊക്കെ
നേരത്തെ മനസ്സിലാവുന്ന ഒരു നിഷ്കളങ്ക പണ്ടും യുവാവിന്റെ സുധീഷും ഈ ക്യാരക്ടർ. പറഞ്ഞ പോലെ ഒരു കോളേജ് ബോയ് ആ, അതെ. എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെന്നുള്ള രീതിയിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. പക്ഷെ ഇപ്പം കുറേ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം, ഇവൻ വാഴ വാഴ ടൂവിലും ടൂവിലും, അതെ. ഭയങ്കര രസമായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലും സുധീഷ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ, കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് ശരിക്കും. ഇതിൽ നമ്മൾ കുറേ സീനുകൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും, ഒരു 2ാം കാഴ്ചയിലോ 3ാം കാഴ്ചയിലോ ആയിരിക്കും എന്താണ് ആ കഥാപാത്രം യഥാർത്ഥത്തിൽ എന്തായിരുന്നു, എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ പിടികിട്ടുള്ളൂ. ആ കഥയുടെ ഫ്ലോയിൽ ചിലപ്പോൾ നമ്മൾ വി വിൽ ഗോ വിത്ത് ദ ഫ്ലോ. ആ ഒരു ഒഴുക്കിൽ നമ്മൾ അതങ്ങ് അതിൻ്റെ കൂടെ പോകും. പക്ഷെ അത് കഴിഞ്ഞിട്ടായിരിക്കും അതിലുള്ള ചില അടിയൊഴുക്കുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ശരിക്കും ദുരൂഹസാഹചര്യം ഞാൻ വീണ്ടും വീണ്ടും കാണുമ്പോൾ, ഓരോ പ്രാവശ്യം കാണുമ്പോഴും എന്തെങ്കിലും ഒരു പുതിയ അറിവുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതേ രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും തിയേറ്ററിൽ ചെന്ന് ഉദയുടെ ചാക്കോച്ചൻ മറ്റേ കോ പ്രൊഡ്യൂസർ നോട്ട് ദ പോയിന്റ്. ഉദയ ഇതിന്റെ പാർട്ടാവാൻ തീരുമാനിക്കുന്നത് ഏത് മൊമെന്റിലാണ്? മീൻസ് ചാക്കോച്ചനിലൂടെയായിരുന്നു ഈ പ്രൊജക്ട് സംഭവിച്ചത്? അതെ. അപ്പം ശരിക്കും എനിക്ക് കോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും ഒരു ഫുൾ പ്രൊഡക്ഷൻ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ബിസിനസ് അക്യൂമെൻറ്റ് എനിക്കില്ല. അതിനുള്ള ക്ഷമയും കാര്യങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണമെന്നുണ്ടായിരുന്നു. അപ്പം ലിസ്റ്റിനും മാജിക് ഫ്രെയിംസും ലിസ്റ്റിൻ്റെ ആദ്യ സിനിമ മുതൽ ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ലിസ്റ്റിനടുത്ത് പറയാനായിട്ട് സാധിക്കും. എന്താ വേണ്ടതെന്നുള്ളത് ലിസ്റ്റിനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കും. എനിക്കൊന്ന് ഒരു പൂജ ദിവസമല്ലാതെ ഒരു ദിവസം പോലും ലൊക്കേഷനിൽ ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പം പുള്ളി അത്രയ്ക്ക് ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്. ചോദിച്ച കാര്യങ്ങളൊക്കെ അത് കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കുകയും അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സിനിമയ്ക്ക് എന്താണോ ആവശ്യമുള്ളത് അത് എല്ലാ രീതിയിലും തരാനായിട്ട് ലിസ്റ്റിനും മാജിക് ഫ്രെയിംസിനും സഹായിച്ചിട്ടുണ്ട്. സോ ആ ഒരു കൊളാബറേഷൻ, അതായത് ലിസ്റ്റിനുമായിട്ടുള്ള ലിസ്റ്റിൻ്റെ ആദ്യ സിനിമ മുതലുള്ള കൊളാബറേഷൻ വീണ്ടും ഇപ്പോൾ ഉദയാലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ മറ്റേ സമയമിതപൂർവ്വ സഹായാണെന്നൊക്കെയുള്ള പാട്ടിൽ മറ്റേ ഈ മോഹൻലാൽ മമ്മൂട്ടി കോമ്പിനേഷൻ വന്ന ഹരികൃഷ്ണൻസിൽ ചാക്കോച്ചൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയ പോലത്തെ ഒരു ഇതായിരുന്നു. ഇപ്പോൾ പാട്രിയറ്റ് വളരെ പ്രധാനപ്പെട്ട റിലീസ് ചെയ്യാണ്. അവിടെയും ഭയങ്കര ക്രൂഷ്യൽ റോളിൽ ഉറപ്പായും മഹേഷ് നാരായൺ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു ഫേവറേറ്റ് ആക്ടർ കൊളാബറേഷൻ എല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ പാട്രിയറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇനി ഇത്രയും ഒരു മെഗാ കൊളാബറേഷൻ സംഭവിക്കുമെന്ന് പോലും അറിയാത്ത വിധത്തിലുള്ളൊരു പടമാണ്. മലയാളത്തിന് മാത്രം ഒരുപക്ഷെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മൾട്ടി സ്റ്റാർ പരിപാടി കൂടിയാണ്. പാട്രിയറ്റ് മനീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങനെ വളരെ വിരളമായിട്ട് ലോക സിനിമകളിൽ സംഭവിക്കാറുള്ളൂ. എനിക്കൊന്നും പക്ഷേ മലയാള സിനിമകളിൽ അത് എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മലയാള സിനിമ എന്ന് പറയുമ്പോൾ മമ്മൂക്ക, ലാലേട്ടൻ എന്ന് പറയുന്ന 2 പേരുകൾ എക്കാലത്തും ഉണ്ടാവും. അപ്പോൾ അവർ 2 പേരെയും ഒരുമിച്ച് ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഭാഗമാകാനായിട്ട് ആണ് എല്ലാവരും കൊതിക്കാറുള്ളത്. ചെറിയൊരു വേഷമാണെങ്കിൽ പോലും അതിൽ ഭാഗമാകാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട വേഷത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഒരു ലേറ്റ് 40s എൻ്റെ ഒരു ഫാൻ ബോയിങ് മൊമെൻ്റാണ് ശരിക്കും ഇവരുടെ കൂടെ ഉള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ക്രീനിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിലാണെങ്കിലും പുറകിലാണെങ്കിലും. അപ്പോൾ അത് എനിക്ക് ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ കൂടുതൽ സന്തോഷവും അറിവും എക്സ്പീരിയൻസും എക്സൈറ്റ്മെൻറ്റും തരുന്ന നിമിഷങ്ങളും ഒക്കെ ആയിരുന്നു പേട്രിയറ്റിൻ്റെ ഷൂട്ടിംഗ് ആംബിയൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഷൂട്ടിംഗ് മാത്രമല്ലല്ലോ അല്ലേ, ഒരു ഓഫ് ദ ക്യാമറയും നിങ്ങൾ ശ്രീലങ്ക അടക്കം ഓരോ പ്രധാനപ്പെട്ട ലൊക്കേഷനിലൊക്കെ ഒന്നിച്ചുള്ള ജേണിയാണല്ലോ. തീർച്ചയായിട്ടും ഈ അമ്മയുടെയൊക്കെ സ്റ്റേജ് ഷോയ്ക്ക് മാത്രമാണ്, കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചുണ്ടാവുന്നത് അല്ലേ. അങ്ങനെ ഒരു ഭയങ്കര രസമുള്ളൊരു ജേണി അല്ലേ, 1 year പ്ലസ് അല്ലേ. തീർച്ചയായും ഇത് ഹരികൃഷ്ണന് ശേഷം വീണ്ടും ഇവരുടെ കൂടെ വീണ്ടും ഒരു സിനിമയിൽ അതിൽ രാജീവ് മേനോനും കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു സംഭവമാണ്. പിന്നെ അത് ഹരികൃഷ്ണൻസ് സംവിധാനം ചെയ്ത സംവിധായകന്റെ മകൻ ഇതിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഹരികൃഷ്ണൻസ് കോംബോ എന്താ പറയാ 3.0 എന്നൊക്കെ പറയുന്ന വേർഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇറ്റ് വിൽ ബി എ മാസീവ് മൂവി പേട്രിയറ്റ് എന്നുള്ളത്. ഒരു അങ്ങനത്തെ ഒരു സ്കെയിലാണ് അത് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എല്ലാ രീതിയിലും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിട്ട് മാറുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നേരത്തെ നമ്മൾ ഓരോ ആളുകളുടെ പറയുമ്പോൾ ഇപ്പം മഹേഷ് പോലും അങ്ങനെ ഒരു സംഗതി സ്കെയിൽ ചെയ്യുന്നു, മൗണ്ട് ചെയ്യുന്ന സമയത്ത് അതും ഭയങ്കര പേഴ്സണാവില്ലേ? തീർച്ചയായും. കാരണം മഹേഷിൻ്റെ ആദ്യ സിനിമ ഞങ്ങളുണ്ട്, ഞാനും ഫഹദും ഉണ്ട്. മഹേഷിൻ്റെ പടങ്ങൾ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ മഹേഷ് ഇങ്ങനത്തെ ഒരു സിനിമ മൗണ്ട് ചെയ്യുമ്പോൾ ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു വലിയൊരു കാര്യം തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ പുറകിലുള്ള ജേണി എന്ന് പറയുന്നത് സ്ട്രെയിൻ, സ്ട്രെസ്സ്, എഫേർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് അൺബിലീവബിൾ. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴേ കിളി പോയേനെ എന്നൊരു അവസ്ഥയിൽ ആയിരുന്നു. പക്ഷേ ഹി ഡിഡ് ഇറ്റ്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പുൾഡ് ഇറ്റ് ഓഫ് ഇൻ എ ഗ്രാൻഡ് വേ. ഈ ദുരൂഹ സാഹചര്യത്തിൽ പറഞ്ഞാൽ ഞാൻ എന്തായാലും രതീഷായിട്ട് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് സംവിധായകൻ ദുരൂഹ സാഹചര്യത്തിലായപ്പോൾ ഒരു പടമായിരുന്നല്ലോ. അതെ. അതായത് ചാക്കോച്ചൻ കോ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഇവരാണ്. ഇപ്പൊ ഇത് ഓൾ ഈസ് വെൽ മൂഡിലാണ്. See, ഇത് അതാണ് ഈ പടത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇപ്പം ദുരൂഹത. നമ്മൾ ആദ്യത്തെ ഒരു പോസ്റ്ററിന് ഒരു സാധനം വിട്ടപ്പം ആക്ച്വലി ടെക്നീഷ്യൻസിൻ്റെ ആരുടെയും പേരൊന്നും ഇല്ലായിരുന്നു. ആരുടെയും പേരില്ലായിരുന്നു. പ്രൊഡക്ഷൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെ മാത്രം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ എന്തോ പ്രശ്നമുണ്ട്, എന്തോ ദുരൂഹതയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അടുത്തത് ടെക്നീഷ്യൻസിൻ്റെ പേര് വെച്ച് മാത്രം നമ്മൾ ഇറക്കി. അപ്പോഴും എന്തോ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഓക്കെ, സ്ഥിരം ഫോർമാറ്റിലുള്ള പേരുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങി. ഇത് എന്താ പറയുക, ഇത് ഒരു സിനിമയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് സുഹൃത്തുക്കളൊരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പൊട്ടിത്തെറികൾ ഉണ്ടാകാറുണ്ട്, വഴക്ക് കൂട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്, സ്നേഹത്തോടെയുള്ള ശാസനകൾ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം ഈ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അൾട്ടിമേറ്റ്ലി ദ ഫിലിം ഷുഡ് സ്പീക്ക്. അത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുമ്പോൾ അത് തിയേറ്ററിൽ മാത്രമല്ല പ്രേക്ഷകരുടെ മനസ്സിലും അത് നിലനിൽക്കണം എന്നുള്ള രീതിയിലാണ് ഈ സിനിമ ഞങ്ങൾ കൊണ്ടുവരാനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതൊരു ടീം എഫേർട്ട് തന്നെയാണ്. അല്ലാതെ ഒരാളുടെ മാത്രം സിനിമ, ഒരാൾക്ക് മാത്രം ഉള്ള സിനിമ, ഒരാൾക്ക് മാത്രം കാണാനുള്ള സിനിമ എന്നതിലുപരി ഒരു വൈഡ് സ്പെക്ട്രത്തിനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ദുരൂഹതകൾ ഏതുമില്ലാത്ത ഒരു ശ്രമം ഈ ദുരൂഹ സാഹചര്യത്തിലുള്ള സിനിമയിലുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ഒരു ഭയങ്കര ഡിസ്കഷൻ വന്നത് ആവേശം 2 അതിൻ്റെ പരിപാടികൾ നടക്കുന്നു എന്നുള്ളത്. എന്താ അതിനെക്കുറിച്ച് പറയാവുന്നതാ? അല്ല, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ എന്നത്തേക്കാണെന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പോൾ ജിത്തുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ജിത്തു ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എപ്പോഴാണെന്നുള്ളത് ഞാനും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എപ്പോഴാണെന്നുള്ളത്. അതുപോലെ സജിൻ്റെ എഴുത്തിലൊരു പടം കൂടി വരുന്നുണ്ട്. അതിങ്ങനെ കുറച്ചാളായി പറയാറായിട്ടില്ല. അതിങ്ങനെ സംഭവിക്കുന്നു. ഇപ്പോൾ പാപ്പച്ചൻ ഡയറക്റ്റ് ചെയ്യുന്നു. ചാക്കോച്ച, അതുപോലെ ഇപ്പോൾ പ്രൊമോഷണൽ മെക്കാനിസത്തൊക്കെ ഭയങ്കര മാറ്റം വന്നു രീതി. ഇപ്പം ഒരു പടം വരുവാണെങ്കിൽ അതിലൊരു ഹുക്ക് സ്റ്റിക്ക് ഇട്ടിട്ട് ഡാൻസ് വരുന്നു, പാട്ട് വരുന്നു. കാരണം വെച്ചാൽ ഇതില്ലാത്ത കാലത്ത് ചാക്കോച്ചൻ്റെ എല്ലാ പടത്തിലും മാൻഡേറ്ററി ഈ നമ്മളിപ്പോൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പം അന്ന് ഇൻസ്റ്റാഗ്രാം അവൈലബിൾ ആണ്. ഈ ഹുക്ക് സ്റ്റെപ്പും വൈറൽ കണ്ടൻറ്റൊക്കെ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളായിരുന്നു. അത് മാത്രമല്ല എപ്പോഴും ഡാൻസിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു വിധത്തിലും സംശയമില്ലാത്ത ആളുമാണ്. ഇപ്പം ബൊഗൈൻവില്ല നോക്കിയാലും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ പടത്തിലില്ലെങ്കിൽ പോലും ആ പടം വൈറലാക്കിയത് തലേ ദിവസം ഞാൻ കഴിച്ച ഹുക്ക് സ്റ്റെപ്പ് എന്നാണ് അതിൻ്റെ പ്രൊമോഷണൽ മെക്കാനിസം പോലും വരുന്നത്. ഇപ്പൊ ഈ സിനിമകൾ വരുമ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അല്ല, ഇതൊക്കെ വന്ന് വീഴുന്നതാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പം എന്നാത്താൻ കേസുകൂടിലെ ആ വിറയൽ ഡാൻസ് അതെ. പറയുന്നത് അത് ഇങ്ങനെ വൈറലാകും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ഒരു ആഗ്രഹം. പക്ഷെ അതിൻ്റെ അപ്പുറം വേറൊരു ലെവലിലേക്ക് കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരും എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്തൊരു കാര്യമാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ശരിക്കും പറഞ്ഞാൽ അത്രയും ടഫായിട്ടുള്ളൊരു ക്യാരക്ടർ ഡാൻസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കാൻ ചെയ്തിട്ടുണ്ട്, എന്തിനാണ് ഈ പടത്തിലെങ്കിലും ഡാൻസ് ചെയ്യേണ്ട, പ്രൊമോഷന് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാണ് സ്പാനിഷ് വാക്കുകളൊക്കെ ആയിട്ട് വരികളൊക്കെ ആയിട്ട് മനുഷ്യന് മനസ്സിലാകാത്ത സ്പാനിഷ് വരികളൊക്കെ ആയിട്ടൊരു പാട്ട് വരികയും അത് കത്തിപ്പടരുകയും. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടൊരു ഹുക്ക് സ്റ്റെപ്പ് ഇടേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു പയ്യന്മാരൊക്കെ ചെയ്താൽ മതി, ഞാൻ സൈഡിൽ നിന്ന് ഒരു രക്ഷയില്ല, ഹരിശങ്കർ ഡാൻസ് ചെയ്താൽ പറ്റും. അതും ചെയ്തു. ബൊഗൈൻവില്ലയിലും ശരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡാൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. സിനിമയിൽ അത് വന്നുകൊണ്ട് നമ്മൾ ഓക്കെ നാച്ചുറലി ചെയ്യേണ്ടി വന്നു. ഇതിൽ വരുമ്പം സേതുവിന് ഡാൻസ് അറിയത്തില്ല. ഡാൻസ് തെറ്റ് ചെയ്യുന്ന ആളാണ്. എന്നെ പഠിപ്പിക്കുന്നത് രാജേന്ദ്ര പ്രസാദാണ്. ഇന്ന് ഞാൻ രാവിലെ സ്റ്റേഡിയത്തിൽ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ നമ്മുടെ ഗ്രൂപ്പ് അവർ വന്നിട്ട് പറഞ്ഞു ഡാൻസ് അടിപൊളിയായിട്ടുണ്ട്, ഞങ്ങളും കൂടെ ആ സ്റ്റെപ്പ് പഠിപ്പിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു ഡൺ, നിങ്ങളെ കൊണ്ട് എല്ലാം പഠിപ്പിച്ച് ആ സ്റ്റെപ്പ് ചെയ്യിച്ച് ഞാൻ വൈറലാക്കിയിരിക്കും. ഓക്കെ. അപ്പം അത്രയ്ക്ക് റീച്ച് ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പടത്തിൻ്റെ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റിക്ക് വലിയൊരു പ്ലസ് തന്നെയാണ്. ഒരു നല്ലൊരു പാട്ടാണ്. ഡോൺ വിൻസെൻ്റ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. രതീഷ് തന്നെയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടെ ഈ സിനിമയുടെ ഗാനങ്ങൾക്കുണ്ട്. അത് ഒരു
ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. ആ പാട്ട് വൈറലാകുക, സ്റ്റെപ്സ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ നിങ്ങൾ എന്തായാലും എസ് ഓർ നോ പറഞ്ഞില്ലെങ്കിൽ പറയാം, ഇപ്പോഴത്തെ ഈ രണ്ടുപേരുടെയും ലുക്കിൽ, ചാക്കോച്ചൻ ലുക്കിൽ എസ്പെഷ്യലി അമൽ നീരദിന്റെ പടമാണ് ഇപ്പോൾ ഷൂട്ട് നടക്കുന്നത്, എല്ലാവർക്കും അറിയാം. ഈ ലുക്കാണോ പടത്തിലേതെന്ന് പറയാമെന്നാണ്. ഇത് അര ലുക്കാണ്. ഇതിന് കുറേ മാറ്റങ്ങളുണ്ട്. അതെ. പക്ഷേ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കാണ് അമലിൻ്റെ പടത്തിൽ. അപ്പോൾ എന്തായാലും താങ്ക് യു. ദുരൂഹ സാഹചര്യത്തിൽ ഗംഭീരമായിട്ട് മാറട്ടെ. താങ്ക് യു. തൊട്ട് പിന്നാലെ പാട്രിയറ്റും വരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.